യദു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അരിപ്പ ട്രെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കുടുക്കത്തുപാറ. ഈ കുടുക്കത്തുപാറ നമ്മുടെ അതായത് അലൈമൺ പഞ്ചായത്തിലെയും പിന്നെ കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായ ആനക്കുളം വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു എക്കോ ടൂറിസം വ്യൂ പോയിന്റ് ആണ്. ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കേരളത്തിലെ 4 ജില്ലകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കുടുക്കത്തുപാറ എത്തി. ഇനി നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താണ് കുടുക്കത്തുപാറ എന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടതിനെക്കാട്ടിലും എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ആനക്കുളം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലാണ് കുടുക്കത്തുപാറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുടുക്കത്തുപാറയ്ക്ക് കയറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വച്ചു. ഇനി നമ്മൾ ഈ 365 പടിയും കയറി അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ആ കാഴ്ചയിലേക്ക് ഉള്ളൊരു ആകാംക്ഷയിലാണ്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അതായത് നമുക്ക് പ്രകൃതി നമുക്ക് കാഴ്ചവെക്കുന്ന ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും അവിടെ ചെന്നാൽ തന്നെ അറിയുള്ളൂ. അങ്ങനെ കണ്ടില്ലേ, 2 വശത്തും നിറച്ചും പാറക്കൂട്ടങ്ങളാണ്, ചെറിയ പാറക്കൂട്ടങ്ങളും. അത് റൗണ്ട് ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. പിന്നെ നമുക്ക് പകുതി സ്റ്റെപ്പ് കയറി ചെന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാർത്തിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 2 സൈഡുകളും കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സേഫ് ആണ്, നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വീഴും അങ്ങനെയൊന്നുമില്ല. സേഫ് ആണ്, സ്റ്റെപ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇവിടെ കുറേ ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ആരോഗ്യ പച്ച, പിന്നെ ഗന്ധർവം പാല, അങ്ങനെ കുറേ ഔഷധ സസ്യങ്ങൾ ഉള്ളതാണെന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കുടുക്കത്തുപാറ സന്ദർശിക്കണം. വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. നമുക്ക് ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വരാം. ഇതിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് തരത്തിലൊരു മനസ്സിലൊരു കുളിർമയെന്നറിയും, വേറൊരു ഫീലിംഗ് ആണ് നമുക്ക്. അതിവിടെ വന്നാൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാനാണ് ബാക്കിൽ, എൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര കിതപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ ഹരിപ്പത ട്രെക്കിങ് കഴിഞ്ഞ് വന്നതല്ലേ, അവിടെ കുറേ നടന്നു. ക്ഷീണിച്ചു. ഇതൊക്കെ കയറാനുള്ള സ്റ്റെപ്പാണ്. നല്ല മഴയിൽ കണ്ടോ, കല്ലെല്ലാം ഒലിച്ചു പോയിരിക്കുന്നുണ്ട്. നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകണ സമയത്തേ, അതായത് സ്റ്റെപ്പിന്റെ കുറച്ച് ചില സ്ഥലത്ത് കേട്ടോ, ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഒലിച്ചു പോയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ, പക്ഷെ അതൊരു രസമല്ലേ. പിന്നെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ പാറയും റൈറ്റ് സൈഡിൽ കൈവരുവോ. പേടിക്കാനൊന്നുമില്ല കേട്ടോ, അങ്ങനെ വീഴൊന്നുമില്ല. ശ്രദ്ധിച്ച് കയറിയാൽ മതി. ഇത് എല്ലാവരും ക്ഷീണിച്ച് നിൽക്കുവാണ് ഇവിടെ. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ടേ ഞാനൊക്കെ മെല്ലെ കയറുന്നത്, കാരണം വെയ്യ.
ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ആൾക്കാർ ഇവിടെ വന്നിട്ടേ ഫുൾ വേസ്റ്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും വേസ്റ്റ് ഒന്നും കൊടുത്തിട്ടരുത്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലുള്ള. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ സേഫ് ആണ് കേട്ടോ, കാരണം നാലുപേരും കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെന്നി താഴെയൊന്നും വീഴില്ല, വളരെ സേഫാണ്. നോക്കൂ എന്ത് ഭംഗിയാ കാണാൻ, വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ച. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നതിന് എന്തായാലും ഫലം ഉണ്ടായി. എന്ത് ഭംഗിയാ കാണാൻ, ഒരു നനുത്ത കാറ്റ് വീശുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ. കുടുക്കത്തുപാറയുടെ ടൂറിസം വികസനങ്ങളുമായി ബന്ധപ്പെട്ട റോപ്പ് വേയും തുടർന്നുള്ള വികസന പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതായി പറയപ്പെടുന്നു. ഇതാണ് ഗന്ധർവപാല പറഞ്ഞ മരം. ഇത് പൂക്കണ സമയത്ത് വളരെ നല്ല സ്മെല്ലാന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ഗന്ധർവപാല എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ജഡായുപ്പാറയുടെ കുറച്ച് ഭാഗം കാണാൻ പറ്റും. കാഴ്ചക്കാരന്റെ സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രൂപങ്ങളാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്. കുറേയധികം ചെറിയ പാറക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് ചിലർക്ക് അതൊരു ശിവലിംഗം പോലെ തോന്നും, ചിലർക്ക് അതൊരു റോക്ക് പില്ലർ പോലെ തോന്നും. നോക്കൂ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് പൊന്മുടിയാണ്. പിന്നെ 4 ജില്ലകളാണ് കാണാൻ പറ്റുന്നത്. പിന്നെ തേനരുവിയുടെ ചെറുതായിട്ടുള്ള ഒരു നൂല് പോലുള്ള ഒരു വര പോലെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ റോക്ക് പില്ലർ. എനിക്ക് റോക്ക് പില്ലർ പോലെ തോന്നുന്നത്. പിന്നെ ശിവലിംഗം പോലെയും സങ്കല്പിക്കാൻ നമുക്ക് തോന്നും, കാരണം ദൂരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രകൃതി കണ്ടില്ലേ, വളരെ ചെറിയ നനത്തൊരു തണുപ്പും കാറ്റും എല്ലാം ഒരു നമുക്ക് മനസ്സിന് ഇമ്പം, മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ കയറി വന്നിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് ഇതാണ്. നോക്കാം എന്തൊരു സേഫായിട്ട് നിൽക്കാൻ പറ്റും. ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. 6 മണിയോടുകൂടി ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പടിയിറങ്ങി മെല്ലെ. ഞങ്ങൾക്ക് അതായത് ഈ ഒരു കുടുക്കത്തുപാറ വളരെ നല്ലൊരു അനുഭവമാണ് തന്നത്. വളരെ നല്ല കാഴ്ചകളായിരുന്നു, എന്നും ഓർത്തു വയ്ക്കാൻ. പിന്നെ പ്രശാന്ത് വിജയ് സാർ ആൻഡ് സുമേഷ് സാർ, പിന്നെ നമ്മുടെ സജിൻ സാർ, എല്ലാവരും ഞങ്ങൾക്ക് നല്ലൊരു കെയറിങ് എല്ലാവരും തന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും നമ്മുടെ ഗൈഡുമാരോടും എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നല്ലൊരു ട്രിപ്പാണ്. ഞങ്ങൾക്ക് എന്നും മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങളും നല്ല ഓർമ്മകളുമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇനിയും KSRTCയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള നല്ല ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സാധാരണക്കാർക്ക്, അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ്. എല്ലാവിധ ആശംസകളും KSRTC ഹരിപ്പാട് ആൻഡ് അരിപ്പ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വത്തിലുള്ള നന്ദി അറിയിക്കുന്നു.